ഹലോ നമസ്കാരം. AK വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുറകിൽ കാണുന്നത് കണ്ടില്ലേ, കോട്ടയം ജില്ലയിലെ വിളക്കുമാടത്തുള്ള ഒരു മേടയാണിത്. ഇത് 150 വർഷം പഴക്കമുള്ള ഒരു മേടയാണ്. അതിന് നെല്ലറയെന്നും പറയാം. അത് അപ്പോൾ ഞാനിപ്പം ഈ മേടയുടെ അടുത്ത് വരാൻ കാരണം, ഞാൻ ഇന്നൊരു കൃഷിക്കാരനെ പരിചയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വിളക്കുമാടത്തുള്ള പാറയ്ക്കൽ സജീവൻ്റെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മേടയുടെ 2 സൈഡും, അതായത് 10-30 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ പലതരം കൃഷികളാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ തിനയുണ്ട്, ചോളമുണ്ട്, കരിമ്പ്, പിന്നെ എള്ള്, ഇതെല്ലാം ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സജീവ് പാറക്കടവിൽ എന്ന് പറയുന്ന ഈ ഒരു വലിയ കർഷകനെയാണ്. നമസ്കാരം. നമസ്കാരം. ഒന്നിൽ കൂടുതൽ കാർഷിക വിളവുകൾ നടത്തുന്ന ഒരു കൃഷിക്കാരൻ. ഞാൻ പിന്നെ റബ്ബറും കുരുമുളകും കപ്പയും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള പലതരം കൃഷികൾ കാണാൻ. ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ടീച്ചറെ, വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത്. ഞാനൊരു കർഷകനെ ആയിരുന്നില്ല. ഞാൻ സെയിൽ ടാക്സ് കണക്കെഴുതുന്ന ഒരു കണക്കപ്പള്ളിയായിരുന്നു. ഒരു 10-27 വർഷത്തോളം പയ്യൽ ഒരു കടയിൽ കണക്കെഴുത്തായിരുന്നു ജോലി. യാദൃശ്യവശാൽ 2010 പഞ്ചായത്ത് മെമ്പറായി. ഇവിടെ ജയിച്ചു നമ്മുടെ വാർഡിൽ. അപ്പം ഒരു പുതിയ മെമ്പർ എന്നൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണിക്കണമെന്ന് ആദ്യത്തെ ഒരു ആവേശം എനിക്ക് തോന്നിയത്, നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ട് 40 വർഷത്തോളമായിട്ട് ഒരുപാട് പാടങ്ങൾ തരിശായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു 10 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തില് ആദ്യമായിട്ട് നെൽകൃഷി. അങ്ങനെയാണ് ഞാൻ ഈ 2011 ഈ കാർഷിക മേഖലയിലോട്ട് തന്നെ വരുന്നത്. അതിനുശേഷം നെല്ലിനെ തുടർന്ന് നെല്ല് കൃഷി കഴിഞ്ഞിട്ട് പയറ്, ഉഴുന്ന്, എള്ള്, അങ്ങനെ വിവിധ കൃഷികൾ തുടർന്നു. ഏതാണ്ടൊരു 10 വർഷത്തോളം ആയപ്പോൾ പിന്നെയും ഒന്ന് മാറ്റി. ഫാം, അതായത് മെമ്പറായിരിക്കുന്ന സമയത്ത് തന്നെ ക്ഷീര കർഷകർ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഒരു മിൽക്ക് സൊസൈറ്റി തുടങ്ങി. അത് എന്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും. അതിന്റെ സെക്രട്ടറി പണിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. മിൽമയിലാണ് സൊസൈറ്റി പണി ഈ കൂടെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും പശുക്കളെ വളർന്നു തുടങ്ങിയപ്പോൾ നമുക്ക് ചാണകമായപ്പോൾ പിന്നെ വിവിധങ്ങളായ കർഷക ആവശ്യങ്ങൾക്കുള്ള ചാണകം ഉള്ളപ്പോൾ നമുക്ക് കൃഷി ചെയ്യാമല്ലോ. അങ്ങനെയാണ് തുടർന്ന് ഈ പറയുന്ന കപ്പ, വാഴ, അങ്ങനെ ഓരോ വർഷവും ധാരാളം ആൾക്കാര് കൃഷിസ്ഥലം എനിക്ക് തരികയും ഞാനത് ചെറിയ പാട്ടം, വലിയ പാട്ടമൊന്നുമില്ല, ചെറിയ പാട്ടം കൊടുത്തിട്ട്, നമുക്കറിയാം നമ്മുടെ കർഷകർ ഈ സ്ഥലമുള്ള ആൾക്കാര് ഒക്കെ സഹായിച്ചിട്ടാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത്. 43 ഏക്കറോളം സ്ഥലം ഇപ്പൊ എന്റെ കയ്യിൽ പാട്ടത്തിനുണ്ട്. അത് നമുക്ക് ചെറിയ സ്ഥലമല്ല. നമ്മളത് ചിന്തിക്കുന്നത് വെച്ചാല് കൃഷി സ്ഥലം ഉണ്ടെന്നെങ്കിലും ചില ആൾക്കാർ അത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനും ചെയ്യുന്നില്ല, ഇവിടെ ഒന്നും ചെയ്യണ്ട, ആ രീതിക്കുള്ള ആൾക്കാരല്ല എന്റെ മുതലാളിമാർ. അവരെ എല്ലാം ഇഷ്ടമുള്ള കൃഷി ചെയ്തോളൂ. അതിന് ഇനിയിപ്പോ ഒരു വർഷം വാടക തന്നില്ല പോലും അതിനൊന്നും പരാതി പറയുന്ന ഒരു മുതലാളി ഇനിയില്ല. അല്ല, അവര് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആ പശുഫാം പോലും തുടങ്ങിയത്. അതായത് അതിന്റെ അകത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് അതിന്റെ ഓണർ തന്നെയാണ് പറഞ്ഞത്. ചുമ്മാ നമ്മൾ ഈ സ്ഥലം പുല്ല് ചെയ്തോ അല്ല കപ്പ കൊണ്ടോ അത് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫാം പോലും അതിനകത്ത് ചെയ്യാൻ തുടങ്ങി. ഏതായാലും നമ്മള് എന്റെ കാർഷിക രീതി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. ശരിക്കും എന്താണ് കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയൊരു സാധനമാണ്. അതായത് പണ്ട് എല്ലാ വീട്ടിലും നമുക്കറിയാം ഒരു തൂമ്പാപ്പണി എടുക്കാതെ, ഇനി അത് കളക്ടറാണെങ്കിൽ പോലും രാവിലെ വീട്ടിലൊരു അരമണിക്കൂർ പണിട്ട് പോകുന്ന സംസ്കാരം നമുക്കുണ്ടായിരുന്നു. എന്റെ ഒരു കാഴ്ചപ്പാട് ഇത് ആ ഒരു പഴയ കാലഘട്ടം, ഒരു 70-80 കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ച് എത്തിക്കണം കാർഷിക സംസ്കാരം. അതാണ് എന്റെ ഒരു മനസ്സിലുള്ള ഒരു പ്ലാൻ. രണ്ടാമത് നമുക്കറിയാം വെള്ളം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും ദൗർലഭ്യമുള്ള സാധനം വെള്ളമാണ്, കുടിവെള്ളമാണ്. ശരിക്കും എന്ന് നമ്മുടെ കാർഷിക പ്രവൃത്തികൾ നിന്നുപോയ അന്ന് മുതലാണ് നമുക്ക് ഈ വെള്ളം ഇതുപോലെ കുറഞ്ഞു വന്നത്. നമ്മള് കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്നതാണ് വളരെ വലിയ ഒരു താപത്തിന്റെ ചൂട് കൂടുന്നു നമ്മുടെ കാലാവസ്ഥ. ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന ഒരു 10 വർഷം കഴിഞ്ഞാൽ 50 മുകളിലെത്തും നമ്മളൊക്കെ മരിച്ചു പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അതും എന്റെ ഒരു കൺസെപ്റ്റാണ്. നമുക്ക് എങ്ങനെ ചൂട് കുറയ്ക്കാം അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഈ മില്ലറ്റുകൾ ധാരാളമായിട്ട് കൃഷി ചെയ്താൽ ഇത് താപത്തെ ആഗിരണം ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ചൂട് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു
ഒരു ക്ലാസ് തന്നെ കിട്ടിയിരുന്നു മധുരയിൽ. ഈ കിസാൻ സർവീസ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മധുരയിൽ ഒരു 3 ദിവസത്തെ ട്രെയിനിങ് കൂടിയിരുന്നു. അതിന് മെയിൻ കണ്ടന്റ് ഇതായിരുന്നു, മില്ലറ്റ് മാക്സിമം കൃഷി ചെയ്ത് താപം കുറയ്ക്കുക എന്നതായിരുന്നു എന്റെ കൃഷി രീതികളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ആ 3 ദിവസത്തെ ട്രെയിനിങ് ഞാൻ പോയി പങ്കെടുക്കണ്ടായി കിസാൻ സർവീസ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഏതായാലും എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെയാണ്, മാക്സിമം നമ്മുടെ ഈ ഏരിയ കംപ്ലീറ്റ് നെൽകൃഷി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ കോട്ടയം ജില്ലയിലുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ നെൽകൃഷി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ള യാതൊരു കൃഷി ചെയ്യാതെ കണ്ടം ചുമ്മാ കിടക്കുക. ഈ കിടക്കുന്ന തരിശായി കിടക്കുന്ന നെല്ല് ചെയ്ത് കിടക്കുന്ന പാടങ്ങൾ മുഴുവൻ ഇതുപോലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മില്ലറ്റുകൾ കൃഷി ചെയ്ത് അതിന്റെ പ്രൊഡക്ട്സ് മനുഷ്യൻ കഴിച്ച് പരിശീലിച്ചു തുടങ്ങിയാൽ, ചെറിയ ഭക്ഷണം മതി. മില്ലറ്റ് എന്ന് പറയുന്ന സാധനം ശകലം കഴിച്ചാൽ മതി ആരോഗ്യത്തിന്, ഒത്തിരി ഒന്നും വേണ്ട. ഈ ചോറ് കഴിക്കുന്ന പോലെ ഒരുപാട് വഴി നിറച്ച് കഴിക്കേണ്ട കാര്യമില്ല. ഒരു പിടി ഉണ്ടെങ്കിലും നമുക്ക് ഒരു ദിവസം നിൽക്കാം. അതുപോലെ പോഷകമുള്ള സാധനമാണ്. അപ്പൊ ആ ധാന്യങ്ങൾ മാക്സിമം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി മനുഷ്യരെ കൊണ്ട് കഴിപ്പിച്ച് ശീലിപ്പിച്ച് എല്ലാവരെയും നല്ലൊരു ആരോഗ്യമുള്ള ജനതയാക്കി. പറയുന്നതല്ലേ, തിനയുണ്ട്, ചാമയുണ്ട്, കുതിരവാലിയുണ്ട്, വരകുണ്ട്, റാഗിയുണ്ട്. ഇതെല്ലാം നമുക്ക് ശരിക്കും നമ്മൾ പറയുന്നത് ഇത് പക്ഷികൾക്കുള്ള ഭക്ഷണമാണ്. പക്ഷെ ഇത് കഴിക്കേണ്ടത് മനുഷ്യനാ. എന്തുകൊണ്ടാണ് ഈ ചെറിയ പക്ഷി പറക്കുന്നത് ആകാശത്ത്? അവൻ എന്താ ആരോഗ്യം ഉണ്ടായിട്ടാണ് അവൻ പറക്കുന്നത്? അപ്പൊ അവൻ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ നല്ല എനർജിയുള്ള ഭക്ഷണമായിട്ടാണ്. അപ്പൊ നമ്മൾ ഈ സാധനം കഴിക്കുന്നത്, ഒന്ന് പശുവിന് കൊടുക്കും, ഇല്ലെങ്കിൽ കിളിക്ക് കൊടുക്കും. നമ്മൾ കഴിക്കില്ല. നമ്മൾ ഈ ചോറ് മാത്രം. അത് ചോറ് എങ്ങനെ കഴിക്കുക? ചോറ് വേവിച്ചിട്ട് അതിൽ നല്ല വെള്ളം, അതിനകത്താണ് അതിന്റെ സത്തിരിക്കുന്നത്. അത് മുഴുവൻ ഊറ്റിക്കളച്ച ചവറാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ വേസ്റ്റ് ആണ് കഴിക്കുന്നത്. നമ്മള് മൃഗങ്ങൾക്കും പശുക്കൾക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ വേസ്റ്റ് ആണ് കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ ശീലം മാറേണ്ടത്. എന്ന് മനുഷ്യൻ ഈ ചെറുധാന്യങ്ങളിലേക്ക് എത്തുന്നോ അന്നാണ് മനുഷ്യന് ആരോഗ്യം. നമ്മുടെ ഇന്നത്തെ കാലത്ത് അറിയാം, ജീവിത ശൈലി രോഗങ്ങൾ ധാരാളമുണ്ട്, ചെറുതല്ല. ഇപ്പൊ നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന ഏതൊക്കെ ഐറ്റം കൃഷികളാണ്? നമ്മളിപ്പോ ശരിക്കും ഈ ജനുവരി മാസമാണ് കൃഷി തുടങ്ങിയത്. ജനുവരി മാസമാണ് നെല്ല്, 20 ഏക്കർ നെല്ലായിരുന്നു. നെല്ല് കൃഷി കഴിഞ്ഞിട്ടാണ് നമ്മൾ മൊത്തം പാടവും ട്രാക്ടറിന് പൊടി പൂട്ടിയിട്ട് 10 ഐറ്റം, അതായത് 5 ഐറ്റം മില്ലറ്റ് ചെറുധാന്യങ്ങൾ, നമ്മുടെ തിന, വരക്, കുതിരവാലി, ചാമ, റാഗി, ഇങ്ങനെ 5 കൂട്ടം. പിന്നെ മക്കച്ചോളം, മണിച്ചോളം, കമ്പ്, എള്ള്, പയർ, ഇങ്ങനെ 5 കൂട്ടം. ഇങ്ങനെ 10 കൂട്ടം 20 ഏക്കറിൽ വിതച്ചിരിക്കുകയാണ്. കൂടുതലുള്ളത് പയറും കമ്പും ഈ ചോളം ഐറ്റമാണ്. കാരണം നമുക്ക് പശുക്കൾ ഉള്ളതുകൊണ്ട് പശുക്കൾക്കൊരു ഭക്ഷണമാണ്, അതുകൊണ്ടാണ് അത് കൂടുതൽ ചെയ്യുന്നത്. ചെറുധാന്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഏരിയയിലില്ല. പിന്നെ ഉണ്ട്, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കിട്ടുമെന്ന് തോന്നില്ല, എങ്കിലും നമുക്ക് കാണാനുണ്ട്. എങ്കിലും നമ്മുടെ ഉദ്ദേശം കണ്ടം കൃഷി ചെയ്യുക, മാക്സിമം പച്ചപ്പ് ഉണ്ടാക്കുക, അതുപോലെ പശുവിന് തീറ്റ ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതുകൊണ്ട് നഷ്ടമൊന്നും നമുക്ക് വരാനൊന്നുമില്ല. പിന്നെ സർക്കാർ അത്യാവശ്യമൊക്കെ സഹായിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റുകൾ സബ്സിഡിയൊക്കെ ആയിട്ട് തരുന്നുണ്ട്. നെൽകൃഷിക്കാണേലും ഇതുപോലെ മില്ലറ്റ് കൃഷിക്കാണേലും ഒക്കെ സബ്സിഡി തരുന്നുണ്ട്. പിന്നെ കിസാൻ സർവീസ് സൊസൈറ്റി വിത്തുകളൊക്കെ മേടിച്ചു തന്ന് സഹായിക്കുന്നുണ്ട്. കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുമ്പോഴാണ് എന്നെ സജീവനെ പരിചയപ്പെടുത്തിയില്ലേ. അപ്പോൾ അത് പിന്നെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റായ ജോയി ചേട്ടനാണ്. ചോദിച്ചേട്ടാ, വാ, ഇവിടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഒരു അഭിനന്ദനം തരിക ആലിസ് ടീച്ചറെ. കിസാൻ സർവീസ് സൊസൈറ്റിയെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ടീച്ചറിന് ഒരു അഭിനന്ദനം തരിക. വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ അവാർഡിന് ഒരു ബിഗ് അഭിനന്ദനം. നമ്മുടെ വലിയൊരു അവാർഡല്ലേ കിട്ടിയത് കോഴിക്കോട് വെച്ച്. അതെ, മമ്മക്കോയ ഇതിന്റെ. കിസാൻ സർവീസ് സൊസൈറ്റിയുടെ മീനച്ചിൽ യൂണിറ്റിന്റെ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റുമാണ് ഞാൻ, ജോയ് ജോസഫ്. അപ്പോൾ ഞങ്ങളുടെ ഈ മീനച്ചിൽ യൂണിറ്റിലെ ഏറ്റവും സജീവമാക്കുന്ന ഒരു മെമ്പറാണ് ഞങ്ങളുടെ സജീവൻ PK. അദ്ദേഹം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി എല്ലാമാണ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ടീച്ചറെ. ടീച്ചർ വന്ന് എല്ലാം കാണിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഭംഗിയായിട്ട് ഉള്ള ഞങ്ങളുടെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് സജീവനെ പറ്റി. അപ്പോൾ ജോയി ചേട്ടാ, താങ്ക് യു സജീവനെ പരിചയപ്പെടുത്തിയതും എല്ലാം. അപ്പൊ നമുക്ക് ആ കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് എല്ലാ കൃഷികളും ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. സജീവ, ഈ പുറകെ കാണുന്ന ഈ മേടയ്ക്ക് ഒരു ചരിത്രം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും? അത് ഏതാണ്ട് 300 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ് ഈ മേട. അതായത് നമുക്ക് നോക്കി കാണാം, 1850 ബാംഗ്ലൂർ മേട് ഓടാണ് അത് കിടക്കുന്നത്. ഇതിന് ചരിത്രം എന്ന് പറയുന്നത്, ശരിക്കും ഈ തോട് നമ്മൾ ഈ കണ്ട പൊന്നുഴുന്നോട് ഇതിലെ അല്ല ഒഴുകിയിരുന്നത്, ഈ പാടത്തിന് നടുക്കൂടെ ഇത് ഒഴുകിയിരുന്നത്. അപ്പം ഈ കൃഷിസ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് തോട് വെട്ടിമാറ്റിയപ്പോ കിട്ടിയ വെട്ടുകല്ലിനാണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. അതായത് 300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയത്. അന്ന് കിട്ടിയ വെട്ടുകല്ല് കൊണ്ടാണ് ഈ ഫുൾ സ്ട്രക്ചറും ഉണ്ടാക്കിയത്. നമുക്ക് എന്താ പറയാ, മുഴുവൻ വെട്ടുകല്ലാണ്. അതിനുശേഷം ഒരു 10-40 വർഷമായുള്ള ഈ പറയുന്ന സിമെന്റിന്റെ വർക്കുകളൊക്കെ അതിന് ചുറ്റുമൊക്കെ വന്നിട്ട് ബാക്കി മുഴുവൻ ഇപ്പോഴും ഏതാണ്ട് 2 നിലയോളമുള്ള, അതായത് ആ രണ്ടാമത്തേതിന്റെ മേളിൽ കയറി നമുക്ക് തട്ടുണ്ട്.
അതിന് മുകളിൽ കയറി കൈ എത്തിയാൽ പോലും മുകളിൽ എത്തില്ല. അത്രയും വലിപ്പമുള്ള 2 നിലയിൽ തീർത്ത, അതായത് ഇത്രയും വർഷങ്ങൾ ഏതാ 300 വർഷം വഴക്കം മുമ്പേ 2 നില വീട്. 2 നിലയല്ല, അടിയിലൊരു നില വേറെ ഉണ്ട്. ഇതിന്റെ ഫ്ലോറിലൊരു ഗ്രൗണ്ടിലൊരു, അതായത് വളങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് സൂക്ഷിക്കുന്നത്. ഇതിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അറിയാലോ, പണിക്കാരെ നോക്കാനായിട്ട് അവർ വന്ന് മുകളിൽ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഈ 10-40 ഏക്കറോളം സ്ഥലം ഒറ്റ വ്യൂവിൽ കിട്ടും. ഇതിന് മേളിൽ കയറി ഇരുന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്, എത്ര പണിക്കാർ ഇതിനകത്തുണ്ടെന്നും ആരൊക്കെ പിഴയുന്നുണ്ടെന്നും കൃത്യമായിട്ട് ആരും അറിയാതെ ഇതിന്റെ മുകളിൽ കയറി നമുക്ക് അറിയാൻ പറ്റും. ഈ മേടയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡും ഇങ്ങനെ കണ്ടമായിട്ട് കിടക്കുന്നത്. ശരിക്കും ടീച്ചർ ഇപ്പോഴല്ല, നെല്ല് കൃഷി ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അത് കാണേണ്ടത്. അതായത് നല്ല ഭംഗിയായിട്ട് സ്വർണ്ണ കളറിൽ നെല്ല് നിൽക്കുന്ന സമയത്ത് മേടയുടെ അടക്കം വരുന്നത് നമുക്ക് ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ശരിക്കും ഈ മേടയുടെ അടക്കം വരുന്നത് ഈ തരിശായി കിടന്നിരുന്ന ഇപ്പൊ കൃഷി ചെയ്യുന്ന ഈ സ്ഥലം തന്നെയാണ്. പണ്ട് ഇതിന് മുന്നിലെ ഒരു 2 വർഷം മുമ്പ് ഇതിന് മുന്നിൽ ഒരു കാട് പോലെയായിരുന്നു. അത് മാറിപ്പോയതുകൊണ്ട് ശകലം ഭംഗി കുറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതിന് പുറകിൽ ഒരു കാട് പോലെ ഒരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ അവർ പൈനാപ്പിൾ നട്ടിരിക്കുന്നത്. ഏതായാലും മേടയുടെ ഭംഗി എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ടാണെന്നൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ സജീവൻ പറഞ്ഞ ആ ഫാമാണിത്. പിന്നെ 10-35 പശുക്കൾ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഫാമിലെ പശുക്കളെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് നോക്കാം. സജീവന്റെ ഫാമിലെ പശുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 1.5 ഏക്കർ സ്ഥലത്ത് അവര് പുല്ല് നട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിരവധി കൃഷികൾ ഇവിടെ ഉണ്ട്. അതെല്ലാം ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങി. ടീച്ചർ, നമ്മളിവിടെ നിലവിൽ നട്ടിരിക്കുന്നത് 2 ഏക്കറോളം സ്ഥലത്ത് ആണ് ഇവിടെ കൃഷിയുള്ളത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് കരിമ്പാണ്. കരിമ്പ് നമ്മളൊരു 2 ഏക്കറിൽ ഒരു കുറച്ച് ഇടം നമുക്ക് കരിമ്പ് വിത്ത് തയ്യാറ് വന്ന ഭാഗമുണ്ട്. അവിടെ മാത്രം നമ്മൾ കുറച്ച് വെണ്ട, അതുപോലെ പയറ്, തടപ്പയറ്, സലാഡ്, കുക്കുംബർ, അങ്ങനെ ഒരു 6-7 വെറൈറ്റികൾ നമ്മൾ കിളുത്ത് എല്ലാം നന്നായിട്ട് കിളുത്തിട്ടുമുണ്ട്. നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ടെല്ലാം കിളുത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ മെയിൻ ആയിട്ട് കരിമ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ കുറച്ച് വിത്തിന്റെ കുറവ് വന്നുകൊണ്ടാണ് കുറച്ച് പച്ചക്കറികൾ നട്ട് ഈ സ്ഥലം മുഴുവൻ നമ്മൾ കൃഷിക്ക് അനുയോജ്യമാക്കി എടുത്തിരിക്കുന്നത്. ഇവിടെ വാഴ കൃഷി ഇല്ലായിരുന്നോ? വാഴ ചെയ്യുന്നുണ്ട് ടീച്ചറെ. നിലവിൽ അത് പാളയംകോടൻ വാഴയാണ് നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. ഏത്തവാഴയ്ക്കാണ് ഇത് ഒരു 1500 കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളേക്കായിട്ട് വിത്ത് വരുന്നോണ്ടിരിക്കുന്നു. അതുപോലെ ഞാലിപ്പൂവന് നമ്മള് മേളില് നമ്മൾ ആദ്യം കണ്ട കണ്ടത്തിന്റെ സൈഡില് ഞാലിപ്പൂവന് ഒരു 10-300 വാഴയുണ്ട്. വാഴയും കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ടത്തില് വലിയൊരു വിളവില്ലെങ്കിലും നമുക്ക് ഉള്ള പോലെ ഒരു 10 കിലോ ഒക്കെ കിട്ടുന്ന ഏത്ത കൊലകൾ കിട്ടാറുണ്ട്. സജീവ, ഈ പശുവിന് കൊടുക്കുന്ന പുല്ലിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഏതിനം ആണ്? പുല്ല് നമ്മളൊരു 3 ഏക്കറോളം ഇപ്പൊ കൃഷി ചെയ്യുന്നത്. CO3-ഉം CO5-ഉം 2 ഇനമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നെൽകൃഷി ഉള്ളതുകൊണ്ട് ഒരു 500-ഓളം കെട്ട് വൈക്കോൽ എല്ലാ വർഷവും നമുക്ക് കിട്ടാറുണ്ട്. അതിന്റെ ബാലൻസ് കിട്ടുന്നത് ഈ തീറ്റപ്പുല്ല് കൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പശു ഉള്ളതുകൊണ്ട് തീറ്റപ്പുല്ലും അല്ല വളം നമുക്ക് ആവശ്യമാണല്ലോ. നമ്മുടെ കൃഷിക്ക് എല്ലാം ഏറ്റവും അനുയോജ്യമായിട്ട് വേണ്ട സാധനം വളമാണ്. അതിന് നമുക്ക് ആവശ്യത്തിന് പശുക്കളെ വളർത്തുന്നത് അതിനോട് കൂടിയാണ്. അതല്ല, നെൽകൃഷി ചെയ്യുന്നതുകൊണ്ട് കച്ചിയും കിട്ടും. അതിന്റെ മെയിൻ ഉപയോഗം കച്ചിയും ഒപ്പം നെല്ലും. നെല്ല് ലാഭമാണ്, കച്ചി പശുവിന് കൊടുക്കുകയും ചെയ്യും. കഴിഞ്ഞിട്ട് വേറെ പുല്ല് വല്ലവർക്കും കൊടുക്കുന്നുണ്ടോ, വിൽക്കുന്നു? പുല്ല് ഇപ്പൊ നിലവില് ഈ ആനകൾക്ക് എരണ്ടക്കെട്ട്, അതായത് ദഹിക്കാത്ത ഒരു പരിപാടിയുണ്ട് ശരീരത്തില് ഭക്ഷണം. അപ്പൊ ഇപ്പൊ നിർബന്ധമായിട്ടും പശുക്കൾക്ക് ഒരു 300 കിലോ പുല്ല്, പശുക്കൾക്കല്ല ആനകൾക്ക് 300 കിലോ തീറ്റപ്പുല്ല് കൊടുക്കണമെന്ന് ചട്ടമുണ്ട്. അപ്പൊ ആനയ്ക്ക് അതുകൊണ്ട് ഒരു 3-4 ആനകൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആനകൾക്ക് സീസൺ സമയത്ത് തീറ്റപ്പുല്ല് നിർബന്ധമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത്രയും നട്ടേക്കുന്ന എന്നതായത് ഇത് ശരിക്കും നമ്മള് ഈ കരിമ്പ് കൃഷി ചെയ്തപ്പം നമുക്കറിയാലോ, ഇത് തൊട്ടടുത്ത് തോടുണ്ട്, പൊന്നഴുന്തോടുണ്ട്. അപ്പം വർഷകാലത്ത് കണ്ടമാനം വെള്ളം കയറി നമുക്ക് ഈ കൃഷി നശിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പം നമ്മൾ ഈ ഇതുപോലെ വലിപ്പത്തിൽ ബണ്ടുണ്ടാക്കി വെച്ചുകൊണ്ട് വെള്ളം അങ്ങനെ വലിയൊരു ശല്യം ചെയ്യില്ല. അപ്പൊ ഈ വെള്ളം പൊക്കം കണ്ടത്തിലേക്ക് കയറാതെ ഉണ്ടാക്കിയ ബണ്ടിന് മുകളിലാണ് നമ്മൾ ഈ കുറ്റിപ്പയർ ആ സ്ഥലവും നമ്മൾ ഉപയോഗിച്ച് നട്ടിരിക്കുന്നത്. ഏതാണ്ട് 10-600-ഓളം തൈകൾ നമ്മളിപ്പോ കിളുത്ത് 4 ദിവസം നട്ടിട്ട് ഇപ്പൊ നല്ല ഭംഗിയായിട്ട് അതെല്ലാം കിളുത്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് കാണാം, ഇത്
ഏതാണ്ട് ഒരു 200-250 മീറ്റർ നീളത്തില് മുഴുവൻ നമ്മളത് കുറ്റിപ്പയർ നട്ടിട്ടുണ്ട്. 2 സൈഡിലേക്ക് അതിന്റെ ഇറക്കം കിട്ടും. അപ്പൊ 2 സൈഡിലേക്ക് അത് വളർന്ന് കായാകും, പറിക്കാനും നമുക്ക് എളുപ്പമുണ്ട്. അപ്പൊ ഈ നിൽക്കുന്ന ഏരിയയിലാണ് കരിമ്പ് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം ഇത് എത്ര നാളായി ഇത് നട്ടിട്ട്? ശരിക്കും കരിമ്പ് കുറെ വർഷങ്ങളായിട്ട് മനസ്സിലുള്ള ഒരു കൃഷിയായിരുന്നു. പക്ഷെ നമുക്കത് പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ഏതായാലും കഴിഞ്ഞ വർഷം ഇതിന് വാഴ നട്ട് നമുക്കത് ഗുണപ്പെട്ടില്ല. അപ്പം വെള്ളം കയറ്റം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ തൂക്കം കിട്ടിയില്ല. അപ്പൊ ഇപ്രാവശ്യം ഒന്ന് മാറി വാർഡ് നിന്ന് മുഴുവൻ കളഞ്ഞിച്ച് പുതുതായിട്ട് നമ്മൾ ഒരു ഏരിയയില് 2 ലൈൻ എന്ന് പറയുമ്പോൾ ഓരോ ലൈനിലും നമ്മൾ 2 ലൈനാണ് നട്ടിരിക്കുന്നത്. മൊത്തം 4 ലൈൻ ഉണ്ട് ഒരു ലൈനിൽ. തന്നെയല്ല ഇതിന്റെ അകലം അനുസരിച്ച് അറിയാം. നമ്മൾ 1 മീറ്ററോളം അകലം നമ്മൾ ഇട്ടാണ് നട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ചെറിയ ഡ്രില്ലർ, ട്രാക്ടർ പോലെയുള്ള ചെറിയ ഉപകരണങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട് ചെയ്യാൻ പറ്റും. കള കൈകൊണ്ട് പറിക്കാനൊന്നും നടക്കില്ല. അപ്പൊ നമുക്ക് ഈ മെഷീൻ അങ്ങ് ഓടിച്ച് ഇതിലങ്ങ് പോയി കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് മണ്ണ് കയറി കളകൾ മുഴുവൻ പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1 മീറ്റർ വീതിയില് 2 4 ലൈന് ഒരു ഏരിയയിലുണ്ട്. അതാണ് ഇത്ര കരിമ്പ്. ഇപ്പൊ നട്ടിട്ട് ഒരു 10 ദിവസമായുള്ളൂ, അതിന്റെ വളർച്ചയായിട്ടുള്ളൂ. ഏതായാലും വിളവ് 1 വർഷമാണ് കരിമ്പിന്റെ വിളവ്. വളമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വളം ആദ്യത്തെ വളം 45 ദിവസമാണ്. ഇനി 1 മാസം കഴിഞ്ഞാൽ വളം ചെയ്യേണ്ടത്. വളം ചെയ്തിട്ടില്ല. 2 വളമാണ് കരിമ്പിനെന്ന് പറഞ്ഞിരിക്കുന്നത്. 45 ദിവസം കൂടുമ്പോൾ, ഒന്ന് 90 ദിവസം കൂടുമ്പോൾ, അങ്ങനെ 2 വളമാണ് വന്നിരിക്കുന്നത്. ഇതുവരെ വളവും ചെയ്തിട്ടില്ല. നട്ടു 10-12 ദിവസമായിട്ടുള്ളൂ. എല്ലാം കിളുത്തിട്ടുണ്ട്. നടിയിൽ തന്നെ നമുക്കറിയാം ഇത് നാട്ടിയല്ല കരിമ്പ് നടുന്നത്. നമ്മള് തിരുവല്ലയില് കരിമ്പ് ഗവേഷണ കേന്ദ്രക്കാരുമായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ട് അവര് പറഞ്ഞ തന്ന രീതിക്കാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കരിമ്പ് അവര് നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നത് ഈ പ്രാവശ്യം കൃഷി ചെയ്യുന്നതിനായിട്ട്. അതിന് നമുക്ക് അവർക്ക് പകരം ചെയ്തു കൊടുക്കുന്നത് ഒരു 3 വെറൈറ്റി നമുക്ക് നടാൻ തന്നിട്ടുണ്ട്. സാമ്പിള് ഒരു ഗവേഷണമാണ് എനിക്ക്. എന്റെ തുടക്ക സ്ഥലത്ത് 3 ഐറ്റം നമ്മളവിടെ അവർക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും ഏരിയയിലുള്ള അതായത് കരിമ്പിന്റെ തണ്ട് ഫ്രീ ആയിട്ട് തന്നത്. കരിമ്പിന്റെ തണ്ട് 2 മുട്ട് വീതം മുറിച്ച് ചേർത്ത് 2 ലൈനിലാണ് അടുക്കിയിരിക്കുന്നത്. അതാണ് ഇതുപോലെ നിങ്ങൾക്ക് കിളുത്ത് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓരോ മുട്ട് വെച്ചാൽ ആ മുട്ടിന് മേളിൽ നിന്ന് മാത്രമേ ഒരു കിളിപ്പ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് കണ്ടാ അറിയാം. ഓരോ മുട്ടയിൽ നിന്നും കിളിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഈൽഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ആയിരുന്നു നേരത്തെ നെല്ല് നട്ടോണ്ട്. അതെ, നമ്മൾ ഇവിടെ ഒരു 12 ഏക്കറോളം സ്ഥലത്തായിരുന്നു നെല്ല് കഴിഞ്ഞ സെപ്റ്റംബർ മാസം വിതച്ച് ജനുവരി മാസം കൊയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ ഫെബ്രുവരി മാസം കണ്ടം മുഴുവൻ പൊടി പൂട്ടിയിട്ട് ഇതിനകത്ത് ചെറുധാന്യങ്ങള്, റാഗി, തിന, വരക്, കുതിരവാലി, ചാമ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള 5 എണ്ണവും, ഒപ്പം നമ്മൾ മക്കച്ചോളം, മണിച്ചോളം, കമ്പ്, എള്ള, പരിങ്ങനെ 5 കൂട്ടം, അങ്ങനെ മൊത്തം 20 ഏക്കറിലായിട്ട് മൊത്തം വിതച്ചിരിക്കുകയാണ്. അതിൽ ഈ കാണുന്നത് റാഗി, അതായത് നമ്മുടെ കുറുമ്പുല്ല ആണ് ഇവിടെ നിൽക്കുന്നത്. ഒരു തണ്ട് അതിന്റെ പറിച്ച് കാണിക്കുക. അതിന്റെ അകത്തൊരു ചെറിയ എന്താ ഒരു പെട്ടി പോലെ സാധനമാണ് അതിന്റെ കായിരിക്കുന്നത്. അത് ശരിക്കും ഇതിന് മാത്രം ഈ ചെറുധാന്യങ്ങളിൽ ഇതിന് മാത്രം 5 മാസം മൂപ്പാണ്. ബാക്കിയൊക്കെ 4 മാസമേ ഉള്ളൂ. ഇത് അതുകൊണ്ട് ബാക്കിയൊക്കെ കായെങ്കിൽ ഇത് ഇപ്പൊ പൂത്ത് വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മള് നെല്ല് കൃഷി ചെയ്ത സ്ഥലത്ത് ബാക്കി എള്ള് ചെയ്തിരിക്കുന്നത്. എള്ള് ഒരു ഏക്കറോളം സ്ഥലത്തുണ്ട്. എള്ള് ഒരു കമ്പില് ഒരു 10-60 പൗച്ച്, ചെറിയ പൗച്ചുകളാണ്. ഓരോ പൗച്ചിലും ഞാനൊരു പൗച്ച് മുറിച്ച് കാണിക്കാം എള്ള എങ്ങനെയാ ഉണ്ടായി നിൽക്കുന്നതെന്നുള്ളത്. ഇതാണ് ഇതിനകത്ത് എള്ള് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 4 അറയാണ് ഇതിനകത്ത്. 4 അറയ്ക്കകത്ത് നിറച്ചും എള്ളാണ്. ഇത് മൂക്കുന്നേ ഉള്ളൂ. മൂത്താണ് കറുത്ത കളറാണ്. കാറെള്ള് എന്ന് പറയുന്ന സാധനമാണ്, കറുത്ത എള്ളാണ്. ഇതാണ് എള്ളിരിക്കുന്നത്. ഇതാണ് സാധനം. മൂക്കാനുണ്ട്. ഒരു 15 ദിവസം കഴിഞ്ഞാൽ നന്നായിട്ടാവും. ടീച്ചർ, ഇതാണ് നമ്മുടെ പയർ കൃഷി. പയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഉദ്ദേശമാണ്. ഒന്ന് കായ കിട്ടും, രണ്ടാമത്തേത് ഇത് ഫുള്ള് നൈട്രജനാണ്. നമ്മൾ പയർ എടുത്തിട്ട് ഇത് മൊത്തം നമ്മൾ വെള്ളം വരുമ്പോൾ പൂട്ടി മണ്ണിൽ ചേർക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നല്ല വളം ഈ പയറിന്റെ ഇലയിൽ നമുക്ക് കിട്ടും. 2 ഗുണങ്ങളാണ് പയർ കൃഷി കൊണ്ടുള്ളത്. ഒന്ന് കാ കിട്ടും, ഒന്ന് നല്ലൊരു വളമാണ് ഈ പയറിന്റെ ഇല. ഇത് ചോളം എന്നല്ലേ പറഞ്ഞു? ഇത് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടല്ലോ മറ്റേ ചോളം. ഒരു കൂട്ടമല്ല ടീച്ചർ, ചോളം 2-3 കൂട്ടമുണ്ട്. അതില് ബജ്ര, നമ്മൾ ഹിന്ദിയിൽ ബജ്ര എന്ന് പറയും, മലയാളത്തിൽ കമ്പെന്നാ പറയാ. അതായത് കാലിത്തീറ്റയ്ക്കകത്ത് നമ്മൾ ഈ ചോളം ചേർക്കുന്ന കാലിത്തീറ്റയ്ക്കകത്ത് യൂറിയയുടെ കണ്ടന്റ് കിട്ടുന്നത് ചേർക്കുന്ന സാധനമാണ് ഈ കമ്പ്. ശരിക്കും നമ്മൾ യൂറിയ ചേർക്കുന്നതിന് പകരം ഈ സാധനം ചേർത്താൽ പശുക്കൾക്കെന്നുള്ളതല്ല, നമ്മൾ പശുക്കൾക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ഇത് മനുഷ്യനാണ് കഴിക്കേണ്ടത്. ഭയങ്കര വിറ്റമിൻ സാധനമാണ് ഈ ബജ്ര എന്ന് പറഞ്ഞ സാധനം. തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഇതും കൊണ്ടാണ് രാവിലെ കാപ്പി പലഹാരം ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലാരും ഇതൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് പശുക്കൾക്ക് നേരെ വെട്ടി തിന്നാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അധികം ചെയ്യുന്നില്ല, കുറച്ചേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് പുല്ലിന്റെ കൂടുതൽ വെട്ടി പശുക്കൾക്ക് നേരെ കൊടുത്താൽ നമുക്ക് കാലിത്തീറ്റ ചെലവ് ലാഭമുണ്ട്.
ഇത് തിന്നുകയാണെങ്കിൽ കാലിത്തീറ്റ കൊടുക്കണ്ട. വിൽക്കുന്നുണ്ടോ ഇത്? ഇത് വിൽക്കാനില്ല, വിൽക്കാൻ മാത്രം നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് പരീക്ഷിച്ചു. ഏതായാലും ഉണ്ടാകുന്നു, നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചില പോരായ്മകൾ നമ്മൾ ഓരോ കൃഷി പഠിക്കുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് ഓരോ വർഷം. അതിന് മുകളില് എത്ര നാള് വിളവ്? ഇതും ഒക്കെ 4 മാസമാണ് പറയുന്നത്. 4 4 മാസം കൊണ്ട് കട്ട് ചെയ്യാം. ഇതിപ്പം ശരിക്കും പറഞ്ഞാല് ഈ വേനൽ കൂടുതലായിരുന്നോണ്ടാണ് ഇത്രയും പെട്ടെന്നായത്. ശരിക്കും ഇത് 60 ദിവസം ആയിട്ടുള്ളൂ. ഇത് മൂത്ത് വരണമെങ്കിൽ 90 ദിവസം ഏറ്റവും കുറഞ്ഞത് പിടിക്കും. ഇത് മണിച്ചോളമാണ്. അതൊക്കെ ഒരു 60 ദിവസം ആയിട്ടുള്ളൂ. ഒരു 90 ദിവസമായാലേ കായാവുള്ളൂ. അതിന് ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ കപ്പ. കുറച്ച് 5-6 അതില് ഇവിടെ ഒരു 10,000-3000 കപ്പയോളം ഇപ്പൊ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്ന കപ്പയാണ്. 10 മാസമായ കപ്പയാണ്. ബാക്കിത്തെ ഒരു 6 ഏക്കറോളം സ്ഥലത്ത് വേറെ ഒരു 10,000-12,000 കപ്പ വേറെ നിൽപ്പുണ്ട്. പക്ഷേ ഇത് ഒരു മില്ലറ്റാണ്. ഇത് തിന എന്ന് പറയും. തിന നമുക്കറിയാം, നമ്മൾ കടയിലെ ഈ പക്ഷികൾക്കൊക്കെ തീറ്റയായിട്ട് മേടിച്ച് കൊടുക്കുന്ന സാധനമാണ് ഇത്. നമുക്ക് ഒരു 1 ഏക്കറോളം സ്ഥലത്ത് ഈ സാധനം കായ നിൽപ്പുണ്ട്. അത് പറഞ്ഞ പോലെ 60 ദിവസമായുള്ളൂ. നമുക്കൊരു 90 ദിവസമായാലേ കായ എടുക്കാറാവുള്ളൂ. ഇതാണ് അതിന്റെ സാധനം. ഇച്ചിരി വിളഞ്ഞെന്ന് തോന്നുന്നു. ഒരെണ്ണം അച്ഛൻ വിളഞ്ഞിട്ടുണ്ട്. അപ്പൊ സജീവ് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൃഷികള്, ഇത്രയും ഐറ്റംസ് ഒന്നിച്ച് ഒരാൾ കൃഷി ചെയ്യുന്നത് കാണുന്നത് തന്നെ കേട്ടോ. ഇനിയും പുതിയ പുതിയ കൃഷികൾ അങ്ങോട്ട്, കൃഷി രീതികൾ, പിന്നെ അതുപോലെ തന്നെ പുതിയ തരം വിത്തുകളൊക്കെ കൊണ്ടുവന്ന് ഇത് നാട്ടിലുള്ളവർക്ക് പോലും, ഞാൻ ഇങ്ങനെ തിനയും റാഗി എന്തെല്ലാം ഇതിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാക്കിയത്. അപ്പം ഒത്തിരി നന്ദി. ഇത്രയും സമയം ഉറപ്പായിട്ടും എനിക്കും നന്ദി പറയണം. കാരണം എന്റെ ഒരു ജീവിതം തന്നെ ഞാൻ കൃഷിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് കൂടുതൽ ഭാവിയിൽ കൂടുതൽ സ്ഥലം, കൂടുതൽ വെറൈറ്റികൾ കർഷകർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ളതാണ് എന്റെയും ആഗ്രഹം. ഏതായാലും എൻ്റെ ഈ കൃഷി രീതികളൊക്കെ കാണാനും അത് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്കും പ്രത്യേകിച്ച് ആലിസ് ടീച്ചർക്കും നന്ദി ഞാൻ അറിയിക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കൊരു പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.